കാമാക്ഷി സെന്ററിൽ സേവാരത്തിൽ നടന്നുവരുന്ന ക്രിസ്തു ചെയ്തി ജൂബിലി ബൈബിൾ കൺവെൻഷൻ നാളെ സമാപിക്കും. റൂഹ 2K25 എന്ന് നാമകരണം ചെയ്ത കൺവെൻഷൻ ഈ മാസം 7-നാണ് ആരംഭിച്ചത്. കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഇരട്ടിയാർ സോണിന്റെ നേതൃത്വത്തിലാണ് ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് കരിസ്മാറ്റിക് നവീകരണം ഇരട്ടയാർ സബ് സോണിന്റെ നേതൃത്വത്തിലാണ് ക്രിസ്തു ജയന്തി ജൂബിലി ബൈബിൾ കൺവെൻഷന് തുടക്കമായത്. ഈ മാസം 7-നാണ് ഇടുക്കി രൂപത ജുഡീഷ്യൽ വികാരി റവറൻ ഡോക്ടർ ജോസ് മാറാട്ടിൽ നയിച്ച വിശുദ്ധ കുർബാനയോടുകൂടി റൂഹ 2K25 എന്ന പേരിൽ കൺവെൻഷന് തുടക്കമായത്. വ്യത്യസ്ത ദിവസങ്ങളിൽ ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ, ഫാദർ ജോസഫ് വട്ടപ്പാറ, ഫാദർ ജെയിംസ് മാക്കിയിൽ, ഫാദർ അഗസ്റ്റിൻ മുണ്ടക്കാട്ട്, ഫാദർ ജോസഫ് കോയിക്കൽ തുടങ്ങിയവർ വിശുദ്ധ കുർബാനകൾ നയിച്ചു വരുന്നു. ധ്യാനത്തിൻ്റെയും കൺവെൻഷൻ്റെയും ഒക്കെ തുടക്ക ദിവസങ്ങളിൽ നമുക്ക് കൈ ഉയർത്താനും എഴുന്നേൽക്കാനും നൃത്തം ചെയ്യാനൊക്കെ ചെറിയ മടിയായിരിക്കും. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ സജീവമായിട്ട് ഈ ധ്യാനം കൺവെൻഷൻ കൂടി അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചുകുട്ടികളെ പോലെ ആർത്തുല്ലസിക്കാനും സന്തോഷിക്കാനും കരങ്ങളടിക്കാനും പാട്ടുപാടുവാനും ഒക്കെ നമ്മൾ തയ്യാറാകും. അത് നമ്മുടെ ഉള്ളിൽ എളിമ എന്ന പുണ്യം വർദ്ധിച്ചു വരുന്നതിൻ്റെ ലക്ഷണമാണ്. പ്രിയമുള്ളവരെ, എളിമ എന്ന പുണ്യം സ്വന്തമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ധ്യാനം ഏറ്റവും ഫലദായകമാക്കി മാറ്റി വലിയ അനുഗ്രഹങ്ങളുമായിട്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കുക. ഓരോ ദിവസങ്ങളിലും വിശുദ്ധ കുർബാന, കുംഭസാരം, ദിവ്യകാരുണ്യ ആരാധന, രോഗശാന്തി ശുശ്രൂഷകളും നടന്നു വരുന്നുണ്ട്. നിരവധി വിശ്വാസികളാണ് ഓരോ ദിവസവും കാമാക്ഷി സെന്റ് ആന്റണീസ് ദേവാലയ അങ്കണത്തിലെ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തുന്നത്. കാമാക്ഷി ദേവാലയ വികാരി ഫാദർ ജോർജ് പള്ളിവാതുക്കലിന്റെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടന്നു വരുന്നതും. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.